നിലവിൽ ഒന്നാം പ്രതിയെ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് വിട്ടയച്ചു. പറയട്ടെ. നിലവിൽ ഒന്നാം പ്രതിയെ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് കുറ്റവിമുക്തനാക്കി. 4ഉം 11ഉം പ്രതികളെ കീഴ്ക്കോടതി വെറുതെ വിട്ടത്. ആ വെറുതെ വിട്ട നടപടി ശരിവെച്ചു. 16ആം പ്രതിയുടെ ശിക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് 12:30 അറിയാൻ പറ്റും. 3 മാസമായിരുന്നു ഈ 16ആം പ്രതിയെ മുമ്പ് ശിക്ഷിച്ചിരിക്കുന്നത്. ആ ശിക്ഷക്കെതിരെ സ്റ്റേറ്റ് അപ്പീൽ പോയിരുന്നു. അത് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ശിക്ഷ അപ്പീൽ കൺസിഡർ ചെയ്തു. 12:30 പറയും. മറ്റു പ്രതികൾക്കെതിരെ സ്റ്റേറ്റ് നൽകിയ അപ്പീൽ അലവ് ചെയ്തിട്ടുണ്ട്. അലവ് എന്ന് പറഞ്ഞാൽ പാർട്ട്ലി അലവ് ചെയ്തിട്ടുണ്ട്. അവരുടെ ശിക്ഷ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. 12:30 അറിയാം. ഒന്നാം പ്രതിയെ വെറുതെ വിട്ടു. ഒന്നാം പ്രതിക്കെതിരായി കീഴ്ക്കോടതിയിൽ ഉന്നയിച്ച അതേ ഗ്രൗണ്ടുകൾ തന്നെയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഒന്നാം പ്രതിക്കെതിരെ പ്രോസിക്യൂഷൻ ഡിജിറ്റൽ തെളിവുകളും അതുപോലെ തന്നെ 8ഉം 19ഉം സാക്ഷികളും. 8ാം സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച മധുവിൻ്റെ അടുത്ത ബന്ധുവാണ്. 19ാം സാക്ഷി ഒരു ഓട്ടോ ഡ്രൈവർ മണികണ്ഠനാണ്. ഈ 8ഉം 19ഉം സാക്ഷികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഉണ്ടായിരുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ പ്രോസിക്യൂഷൻ റിലൈ ചെയ്ത ഡിജിറ്റൽ എവിഡൻസ് തന്നെ ഡിഫൻസും റിലൈ ചെയ്തു. ആ ഡിജിറ്റൽ എവിഡൻസ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിശദമായി പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചതിൽ നിന്നും 8ഉം 9ഉം സാക്ഷികളെ പ്രോസിക്യൂഷൻ കളവായി കൊണ്ടുപോകുന്നതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ കീഴ്ക്കോടതി എടുത്ത മറ്റ് ചില തെളിവുകൾ ഒന്നാം പ്രതിക്ക് മതിയായ തെളിവുകളല്ല, ഇതിക്കെതിരെ മതിയായ തെളിവുകളല്ല എന്ന് മനസ്സിലായിട്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചോദിക്കുകയാണ്. ഈ സംഭവ സ്ഥലത്ത് വനത്തിനകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഹുസൈൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന വാദം കോടതി ശരിവെച്ചു എന്നാണ്. ഹുസൈൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഒരിക്കലും ഒന്നാം പ്രതിയുടെ വക്കീലന്മാർ, ഞങ്ങൾ ഒരിക്കലും വാദിച്ച അങ്ങനെ ഒരു കാര്യം വാദിച്ചിട്ടേ ഇല്ല. ഹുസൈൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങളുടെ കേസ്. ഹുസൈനെ പോലെ അനേകം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ഹുസൈൻ എന്ന് കീഴ്ക്കോടതി എടുത്ത അതേ ഡിഫൻസ് തന്നെയാണ്. അതായത് ഡിജിറ്റൽ എവിഡൻസ് തള്ളിക്കളയാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഒന്നാം പ്രതി എടുത്ത വാദം. ഡിജിറ്റൽ എവിഡൻസ് സ്വീകരിക്കണം. ഡിജിറ്റൽ എവിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം പ്രതി ഒരിക്കലും സ്ഥലത്തുണ്ടായിരുന്നില്ല, അതായത് ഈ കൃത്യം ചെയ്തിട്ടില്ല. പ്രോസിക്യൂഷൻ പറയുന്നത്, അതായത് നിങ്ങൾക്കറിയാലോ, അത് ഒന്നാം പ്രതി ചവിട്ടിയ ചവിട്ടിലാണ് മധു മരണപ്പെട്ടത് എന്നാണ് ആരോപണം. അപ്പോൾ ഇതിൽ ഏറ്റവും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഒന്നാം പ്രതിക്കെതിരെയായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒന്നാം പ്രതി അവിടെ, അതും പ്രോസിക്യൂഷൻ്റെ അതേ തെളിവുകൾ തന്നെ ഡിഫൻസിന് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ 8ഉം 9ഉം സാക്ഷികളെ വിശ്വസിച്ചുകൊണ്ട് ഒന്നാം പ്രതിക്ക് ജീവപര്യന്തം വരെ കൊടുക്കാമായിരുന്നു. അപ്പോൾ അതേ തെളിവുകൾ തന്നെയാണ് ഡിഫൻസും സ്വീകരിച്ചത്. അത് പ്രോസിക്യൂഷൻ റിലൈ ചെയ്യുന്ന ഡിജിറ്റൽ എവിഡൻസ് തന്നെയാണ് ഡിഫൻസും സ്വീകരിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന 2 സാക്ഷികൾ അത് വ്യാജമായിരുന്നു. അതായത് പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന ഈ 8ഉം 19ഉം സാക്ഷികൾ വ്യാജമാണെന്നൊരു ക്രോസ് എക്സാമിനിൽ വരുത്തിക്കുക മാത്രമല്ല ചെയ്തത്. ഡിജിറ്റൽ എവിഡൻസ് വെച്ചിട്ട്, അതായത് CCTV തെളിവുകൾ വെച്ചിട്ട് 8ഉം 19ഉം സാക്ഷികൾ ഈ സ്ഥലത്തൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്ത് 2 ഷോപ്പുകളിലായി നിൽക്കുകയായിരുന്നു എന്ന് ഡിഫൻസ് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? ഷാജിത്ത് അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലപാതക കേസിൽ ഹൈക്കോടതി വിട്ടയച്ച ഒന്നാം പ്രതി മേച്ചേരിൽ ഹുസൈൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഷാഹിദാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. ആ സമയത്ത് നിരവധി ആളുകളോടൊപ്പമായിരുന്നു ഹുസൈൻ ഉണ്ടായിരുന്നത്. അല്ലാതെ ഹുസൈൻ ആക്രമണത്തിൽ പങ്കാളിയായിരുന്നില്ല എന്ന പ്രതിഭാഗത്തിൻ്റെ വാദം സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ ഒന്നാം പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നത്. അതേസമയം നേരത്തെ കോടതി 3 മാസം തടവ് ശിക്ഷ വിധിച്ചിരുന്ന, ഇപ്പോൾ ജയിലിന് പുറത്തുള്ള കേസിലെ 16ആം പ്രതിയുടെ ശിക്ഷ കൂടുതൽ ഉയർത്തുന്നതിനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. ഏതായാലും മറ്റു പ്രതികളുടെ അപ്പീൽ കോടതി തള്ളിയിട്ടുണ്ട്. കേസ് 12:30 ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുമ്പോഴാണ് ഈ പ്രതികളുടെ മറ്റു പ്രതികളുടെ ശിക്ഷാവിധി സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമാവുക. 16 പ്രതികളാണ് ഈ കേസിലുണ്ടായിരുന്നത്. നേരത്തെ 2 പ്രതികളെ വിട്ടയച്ചിരുന്നു. അവർക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അന്ന് 2 പ്രതികളെ വിചാരണ കോടതി വിട്ടയച്ചത്. ഇപ്പോൾ കേസിലെ ഒന്നാം പ്രതി മേച്ചേരിൽ ഹുസൈനെ ഹൈക്കോടതി വിട്ടയച്ചിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ മറ്റാളുകളോടൊപ്പം ഈ സംഭവം അറിഞ്ഞെത്തിയതാണ് എന്ന വാദം അത് സ്വീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഈ കേസിൽ ഇപ്പോൾ ഒന്നാം പ്രതിയെ വിട്ടയച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.